എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തടാ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ. ഉത്തപ്പം വേണോ വേണേ പോണ്ട വേണോ പാരഡിയുടെ കുലപതി ശ്രീ വി ഡി രാജപ്പന് ഭീമ സിനിമ ചിരിമ നൽകിയ ആദരവിന്റെ നിമിഷങ്ങൾ. ഈ രാജപ്പൻ ചേട്ടന്റെ പാട്ടുകൾ നിങ്ങൾ ഇങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ഊണിനെ ചെന്നിരുന്നാൽ ഒട്ടും സ്വൈര്യം തരത്തില്ലെന്നേ പാരഡി എഴുതും. വെറുതെ അല്ലാതെ അന്യം നിന്ന് പോയത് ആ കലാരൂപം. ബസ്സിനുള്ളിൽ ഒരു പെണ്ണു നിന്നാൽ അത്രയും നന്നായിട്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതണമെങ്കിൽ ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന അനുഭവ പരിചയമുള്ളവരാണ്. മിമിക്രി കുടുംബത്തിന്റെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ നന്മയാണ്. ആ നന്മയെക്കുറിച്ചാണ് സിദ്ദീഖ് സർ പറയാൻ പോകുന്നത്. സിദ്ദീഖ് സർ നമസ്കാരം. അവതരിപ്പിക്കുന്ന ഭീമ സിനിമ ചിരിമ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ മിമിക്രി കലാകാരന്മാരുടെ ക്ഷേമമാണ്. അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വേദികൾ ഉണ്ടാക്കി കൊടുക്കുക, സിനിമയിലേക്ക് വഴി തുറക്കുക, ഒപ്പം അവശത അനുഭവിക്കുന്ന മിമിക്രി കലാകാരന്മാർക്ക് സഹായഹസ്തമാവുക. ഇന്ന് ആ പുണ്യപ്രവൃത്തിയിൽ ഒരു കലാകാരനെ കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായമാവുകയാണ് മാ അസോസിയേഷൻ. അത് മറ്റാരുമല്ല, ശ്രീ വി ഡി രാജപ്പൻ. നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ ചികയുന്ന സുന്ദരി. അദ്ദേഹം മിമിക്രി കലാകാരനല്ല, മിമിക്രി കുടുംബത്തിലെ അംഗവുമല്ല, ഹാസ്യകാതികനാണ്. ഉയരെ കേറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലാ കുടുക്കിട്ട് തൂങ്ങിച്ചാവുക. ഉയരെ കേറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലായി കുടുക്കിട്ട് തൂങ്ങിച്ചാവുക. മലയാളക്കരയാകെ കേരളത്തിൽ എവിടെയൊക്കെ ആളുകളുണ്ടോ അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കഥ പറഞ്ഞ് ആ കഥയൊക്കെ കാസറ്റിലാക്കി അല്ലേ, അമിട്ടായി, ആനമൈക്കിയായി, ചികയുന്ന സുന്ദരി, പ്രിയേ നിന്റെ കൊര, അവളുടെ പാർട്സുകൾ ഇല്ലേ, മൃഗങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും വണ്ടികളെ കൊണ്ടും ഒക്കെ കഥ പറയിപ്പിച്ചു ഇല്ലേ. പക്ഷെ നമ്മുടെ ഒരു ദേശീയഗാനമുണ്ട് ചേട്ടൻ്റെ, ഏതാ? കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ. ഒന്ന് പഠിക്കേ. നാട്ടാരേ അയ്യോ എടുത്ത് കീച്ചരുതേ നാട്ടാരേ. വേറൊരു പാട്ടുണ്ടല്ലോ, പൂരാടം നക്ഷത്രത്തിൽ കുഞ്ഞൊന്ന് പിറന്നുവല്ലോ വീട്ടിൽ പിറന്നുവല്ലോ. പച്ചക്കളർ ക്ലച്ചോടബിൾ ഡോറോ ഫ്രണ്ടിലാ MRF ടയറും ട്യൂബും VCR-ഉം. പച്ചക്കളർ ക്ലച്ചോടബിൾ ഡോറോ ഫ്രണ്ടിലാ MRF ടയറും ട്യൂബും AC-യും VCR-ഉം. മാ എന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, മിമിക്രി അസോസിയേഷൻ. ആണോ? ആ, ചേട്ടൻ്റെ പാട്ടുകൾ എല്ലാവരും ഞങ്ങളുടെ ബാച്ചൊക്കെ പാടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓർക്കുന്നു, എപ്പോഴും ഓർക്കും, ഇനിയും ഓർക്കും ഏട്ടാ. ഞങ്ങളുടെ വക ചെറിയൊരു സമ്മാനം. ഉത്തപ്പം വേണോ വേണേ പോണ്ട വേണോ ഇത്താക്ക് ചേട്ടൻ തന്ന പൂട്ടുകളോ. കൊള്ളാം. കടലപ്പരിപ്പും ചേർത്ത് കദളിപ്പഴവും ചേർത്ത് നൽകിയിടാൻ പാൽപായസം. മായെന്ന സംഘടനയ്ക്ക് വേണ്ടി ആശംസകൾ. എത്ര ആശംസകൾ? 1,00,000. 1,00,000 പോരാ. എന്നാ കുറച്ചുകൂടി കൂടിക്കോട്ടെ. ഹാസ്യ കഥാപ്രസംഗങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച കലാകാരനാണ് ശ്രീ വി ഡി രാജപ്പൻ. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന്. ഇവിടെ നമ്മൾ കോമഡിയും പാരഡിയും ഒന്നിക്കുകയാണ്. കോമഡി ആൻഡ് പാരഡി. എന്തോ നമസ്കാരം സാർ, വിളിച്ചായിരുന്നോ? ഇപ്പോൾ ഞാൻ വിളിച്ചില്ല. എന്തിനാ വന്നതിപ്പോൾ? ഇവിടെ ഇപ്പോൾ പിഷാരടി എന്ന് പറയുന്നത് കേട്ടു. പിഷാരടി എന്നല്ല പറഞ്ഞത്, പാരഡി എന്ന് പറഞ്ഞതായിരുന്നു.
പാരഡി ഞാൻ എഴുതും, പാരഡി എഴുതുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിഷാരടി പാരഡി എഴുതും. വെറുതെ അല്ലാതെ അന്യം നിന്ന് പോയത് ആ കലാരൂപം. മിമിക്രി മാത്രം പോരാ. ഇപ്പോഴുള്ള പല പിള്ളേർക്കും കോമഡി എന്ന് പറയുമ്പോൾ ഈ കോ ഇല്ല, മടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പല കലകളും അന്യം നിന്ന് പോകുന്നത്. എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്ത ആളാണ് പിഷാരടി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, ഈ പാരഡി ഞാൻ കാരണം അന്യം നിന്ന് പോയി എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഏറ്റെടുക്കാം. പക്ഷേ ഇത് തുടക്കം വെച്ച ആളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പാരഡി ഗാനങ്ങളെ ഒരു തുടക്കം വെച്ച ആള് രാജപ്പൻ ചേട്ടനാണെന്നുള്ള കാര്യം. തുടക്കം വെച്ചല്ല, ജനകീയമാക്കിയത് അദ്ദേഹമാണ്. പക്ഷേ തുടക്കം വെച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് തിക്കുറിശി ചേട്ടനെയാണ്, നമ്മുടെ അന്തരിച്ചു പോയ മഹാനായ നടൻ. അതെ, അദ്ദേഹത്തിന്റെ പേര് മായയുടെ ഈ പരിപാടി നമുക്ക് പറയാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട്. അതെ, അദ്ദേഹം ഒരു സകല കലാവല്ലഭനാണ്, കവിയാണ്. അദ്ദേഹത്തെ നിമിഷകവി എന്നാണ് സിനിമയിലുള്ളവർ അക്കാലത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം അന്ന് ഇറങ്ങുന്ന മനോഹരമായ പാട്ടുകളുടെ പാരഡി ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് സദസ്സുകളിൽ ഇങ്ങനെ പാടുമായിരുന്നു, അവരെ രസിപ്പിക്കാൻ വേണ്ടി. ഞാൻ കേട്ടിട്ടുണ്ട് വയലാറിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന് തന്നെ ശംഖുപുഷ്പം കണ്ണെഴുതും, ശംഖുപിള്ള കണ്ണിറുക്കുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, അങ്ങനത്തെ പാട്ടൊക്കെ അദ്ദേഹം എഴുതി. പക്ഷേ ഈ പാരഡി ഗാനങ്ങളിൽ ഒരു വ്യവസായം, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കാസറ്റ് വിൽക്കാവുന്ന ഒരു വ്യവസായം ഉണ്ടെന്നും അതിന് ജനങ്ങളെ ഇത്ര സ്വാധീനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇതിനെ ഒരു ജനകീയവൽക്കരിച്ച ആള് ഈ പറഞ്ഞ. തീർച്ചയായിട്ടും ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കാസറ്റുകൾ വലിയ പോപ്പുലർ ആയിരുന്നു. ഇവിടെ മറ്റ് സൂപ്പർ ഹിറ്റ് സിനിമാ ഗാനങ്ങളെക്കാളും കൂടുതൽ കാസറ്റ് ചെലവായിരുന്നു. അദ്ദേഹം മിമിക്സ് പരേഡ് അല്ല, കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിനിടയിൽ പാട്ട് വരുന്ന സ്ഥലങ്ങളിൽ പാരഡി തിരികൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കോമഡി സ്കിറ്റുകളുടെ ഇടയിൽ പാരഡി തിരികൊണ്ടൊരു കാലം വന്നു. അതിലൊരുപാട് പാരഡി രചയിതാക്കൾ വന്നു, പുതിയ പുതിയ കലാകാരന്മാർ വന്നു. ആ സമയത്ത് ഇതിൽ ഏറ്റവും ജനകീയമായിട്ട് വന്ന 2 കാസറ്റുകൾ ഓണക്കാലത്ത് മമ്മൂക്കയുടെയും ലാലേട്ടനെയും പടം വരുന്നത് പോലെ ആൾക്കാർ കാത്തിരുന്ന് കണ്ട് മേടിക്കുമായിരുന്ന സാധനങ്ങളായിരുന്നു. സാധനമല്ല, 2 കാസറ്റുകളായിരുന്നു. ഒന്ന് ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം, മറ്റൊന്ന് ദേ മാവേലി കൊമ്പത്ത്. ഇങ്ങനെ 2 കാസറ്റുകൾ ആ സമയത്ത് ഇറങ്ങുമായിരുന്നു. ഇതിന് രണ്ടിനും ഭയങ്കര ഡിമാൻഡായിരുന്നു. ഈ 2 കാസറ്റുകാരും തമ്മിൽ ഭയങ്കര ശത്രുതയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 2 കമ്പനികൾ തമ്മിൽ 2 ഗ്രൂപ്പാണ്. ഒന്നിൽ ദിലീപൊക്കെ ഉണ്ടായിരുന്നു. ഇവര് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു മാവേലി കൊമ്പത്തിൽ ദിലീപും ഒക്കെ ആയിരുന്നു, നാദൃശൊക്കെ ആയിരുന്നു. ഇവിടെ സൈമൺ ജെ നവോദയയുടെ നേതൃത്വത്തിൽ ഒരുപാട് കലാകാരന്മാർ. കണ്ടാൽ പോലും അടിയാണ്, കണ്ടാൽ അടിയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ വെറുതെ അടി മേടിക്കേണ്ട കാര്യമല്ലോ, ഞാനത് പറയുന്നില്ല. പക്ഷെ അതിലുള്ള 2 പാട്ടുകാർ, ഇപ്പം മിമിക്രിയിൽ നിന്നും കലാകാരന്മാർ, നമ്മൾ സംവിധായകരുണ്ടായി, നടന്മാരുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ മിമിക്രിയിൽ നിന്നും പാട്ടുകാരുണ്ടായി. ഈ കാസറ്റുകളിൽ പാരഡി പാടിയിരുന്ന ഒരാൾ ഇന്ന് മലയാള സിനിമാ ലോകത്തെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തെ ശക്തനായ ഒരു പാട്ടുകാരനാണ്. വേറൊരാൾ ഉടനെ തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ മാവേലി കൊമ്പത്തിലെയും പൂട്ടുകച്ചവടത്തിലെയും കമ്പനിയൊക്കെ ശത്രുക്കളായിരുന്നെങ്കിലും 2 പാട്ടുകാരെന്നും കൂട്ടുകാരാണ്. അവർ നമ്മുടെ നാട്ടുകാരാണ്. ആ പാട്ടുകാരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. പ്രദീപ് പള്ളുരുത്തി ആൻഡ് നാദിർ ഷാ. പാരഡി എന്നാൽ അറിയൂ, അത് വെറും തോന്നണതെഴുതണ പണിയല്ല. ഇത് പോരടി മാറ്റാൻ ഞങ്ങൾ രചിക്കും കോമഡി വരിയല്ലോ. പാരഡി എന്നാൽ അറിയൂ, അത് വെറും തോന്നണതെഴുതണ പണിയല്ല. ഇത് പോരടി മാറ്റാൻ ഞങ്ങൾ രചിക്കും കോമഡി വരിയല്ലോ. പാരഡി എന്നാൽ അറിയും, അത് വെറും തോന്നണതെഴുതണ പണിയല്ല. പ്രദീപ് പാരഡി പാടുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. കാരണം ഞാൻ പ്രദീപിനൊരു പിന്നണി ഗായകനായിട്ടാണ് എൻ്റെ പടത്തിൽ പാടിയിട്ടുണ്ട്. പ്രദീപ് ബോഡി ഗാർഡിൽ പാടിയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു പ്രദീപ്. ഈ കാസറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രദീപാണ് ഇത് പാടിയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞു. പാരഡി പാടിയിട്ട് ദാസേട്ടൻ ഉണ്ടാക്കിയതിനൊക്കെ കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പാരഡി പാടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാരഡി എന്ന് പറഞ്ഞാൽ എനിക്ക് നാദിർ ഷാ അല്ലാതെ വേറൊരു പാരഡിക്കാരനുള്ളതായിട്ട് എനിക്ക് അറിയില്ല. അല്ല, നാദിർ ഷയ്ക്കും രാജപ്പൻ ചേട്ടനും ഇടയിൽ മിമിക്ക എന്ന് പറയുന്നത് കൊച്ചു മിമിക്ക ഉണ്ട്. മിമി എനിക്കറിയാം. അമീത് എന്നാണ് ശരിക്കും പേര്. മിമിക്ക ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു പാരഡിക്ക് കൃത്യമായിട്ടൊരു മീറ്റർ പറഞ്ഞു തന്നത് മിമിക്കാണ്. ഞാൻ വന്ന കാലങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ പാരഡിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജെർസൻ ആന്റണി ചേട്ടൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡിവോഷണൽ സോങ്ങിന് വേണ്ടിയിട്ട് മാർക്കോസ് ചേട്ടൻ പാടേണ്ട ഒരു പാട്ട് ട്രാക്ക് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മിമിക്ക് ആ പരിസരത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അങ്ങനെ പുള്ളി പറഞ്ഞു, അന്ന് ഇന്നത്തെ പോലത്തെ ആക്ഷേപഹാസ്യ ഗാനങ്ങളല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ. ഇപ്പോൾ രാജാധിരാജനായ രാജ, മാവേലി മന്നനായ രാജ എന്നൊക്കെ പറയാൻ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ അന്ന് അദ്ദേഹം എന്നെ പാരഡി പാടാൻ വേണ്ടി വിളിച്ചു. അപ്പം എന്നെ ശരിക്കും പറഞ്ഞാൽ
എനിക്കതൊരു അത്ഭുതമായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും പാട്ട് പാടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ആശ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പാട്ട് പാടുകയും ചെയ്തു. ആദ്യമായിട്ട് കുറേ കാശും കിട്ടി. അതോടുകൂടി ആ വഴി അങ്ങ് തുടർന്നു. പിഷാരടി പാരഡി എഴുതുന്നു പറഞ്ഞ സത്യമാണ്. പിന്നെ പിഷാരടി ശരിക്കും സീരിയസ് ആയിട്ട് എഴുതിയാണ്, പക്ഷെ ആൾക്കാരത് പാരഡിയാക്കി കോമഡിയാക്കി മാറ്റി. അല്ല, എൻ്റെ ഇത് പറയണ്ട. ഇപ്പം ഞാൻ ഈ പാരഡി എഴുതുന്നുണ്ടെന്ന് ഞാൻ ഇലക്ഷൻ കാലത്ത്, നമുക്ക് പാർട്ടി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഇലക്ഷന് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതാറുണ്ട്. അതാകുമ്പോൾ അത്ര മീറ്റർ ഒന്നുമില്ല, കുറെ വികസനം, റോഡ് ടാറ് ചെയ്ത മന്ത്രി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ സംഗതി എളുപ്പമായിട്ട് പോകും. പക്ഷെ ഒരു തവണ അൽഫോൺസ് കണ്ണന്താനം എന്നുള്ള പേര് കിട്ടി എൻ്റെ സാറേ. ഒരു പാട്ടില് വിളി കേട്ടോ അൽഫോൺസ് കണ്ണന്താനമേ എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ലാതായിപ്പോയി. അതുപോലെ സാറിന്റെ മാന്നാർ മത്തായിയുടെ പ്രൊഡ്യൂസർ മാണി സി കാപ്പൻ സാർ പാലയിൽ മത്സരിച്ചപ്പം അവിടെ ഒരുത്തൻ കൽബിലെത്തി എന്നുള്ള പാട്ട് എഴുതി കുറെ മീറ്റർ അവസാനം കാപ്പനെത്തി 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 എന്നും പറഞ്ഞ് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറെ ആരും നീ തന്നെ ആയിരിക്കുള്ളൂ. അല്ലല്ല, ഞാനല്ല. അങ്ങനെയാണെങ്കിൽ സാറ് ഒരു സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ആദ്യം ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ടത്, ചെറിയ ഓർമ്മയുണ്ട്. അത് ഭരതമുനി ഒരു കളം വരച്ചു, ഭരതമുനി ഒരു കളം വരച്ചു, പലരും ഇവിടെ പടം പിടിച്ചു, പലരും ഇവിടെ പടം പിടിച്ചു, കറുപ്പും വെളുപ്പും കറുപ്പും വെളുപ്പും സിനിമകൾ മാറി കളർ ഫിലിം വരവായി, ക്യാബറെ കുളിസീൻ കളറായി, ക്യാബറെ കുളിസീൻ കളറായി, പലരും ഇവിടെ പടം പിടിച്ചു, പടം പിടിച്ചു. പടം പിടിക്കുന്നവരെ പറ്റിയൊക്കെ കളിയാക്കി എഴുതിയ അവസാനം നമ്മൾ പടം പിടിക്കേണ്ടി വന്നു. അതാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും സിനിമ എടുക്കുന്നവരാവും. ഈ പടം കണ്ട് ടിക്കറ്റ് എടുത്ത് കയറി, പക്ഷെ കാബറെ കുളിച്ചീനൊന്നും കണ്ടില്ല സാറിന്റെ പടത്തിൽ. ഒന്ന് ഇപ്പം ഇവർ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഇക്കാക്കയുടെ ഒരു നല്ല സ്പീഡുള്ള ഒരു പാട്ട്, ഇപ്പം എല്ലാവരും വേഗം വേണം വേഗം വേണമെന്നാണല്ലോ പറയുന്നത്, ഒരു മെട്രോ റെയിൽ പോലത്തെ ഒരു പാട്ട്. വി ഡി രാജപ്പന്റെ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? വി ഡി രാജപ്പൻ അതെ, അദ്ദേഹത്തിൻ്റെ നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഈ ഹാസ്യ കഥാപ്രസംഗത്തിൻ്റെ ഇടയ്ക്കുള്ള പാട്ടുകളാണ്. ശരിക്കും എനിക്ക് ഒരു പെട കോഴികളുടെ കഥ പറയുന്നത് കഥാപ്രസംഗത്തിന്റെ പേര് ചികയുന്ന സുന്ദരി. സുന്ദരി അദ്ദേഹത്തിന്റെ കാസറ്റുകളുടെ പേരൊക്കെ നല്ലതാണ്. ചികയുന്ന സുന്ദരി, അവളുടെ പാർട്സുകൾ, പ്രിയനിന്റെ കൊര, പിന്നെ എന്നെന്നും കൊരങ്ങേട്ടന്റെ, ഇങ്ങനെയുള്ള പേരുകളായിരുന്നു കംപ്ലീറ്റ്. മനുഷ്യരാരുണ്ടായില്ല അതിന്റെ കഥാപാത്രങ്ങൾ. മൃഗങ്ങളും ലോറിയൊക്കെ ഉണ്ട്, ലോറി, ബസ്സൊക്കെ ഉണ്ട്, അങ്ങനെ ഒക്കെ ആയിരുന്നു. തവളകള് സംഭവമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ചികയുന്ന സുന്ദരിയില് പെട കാണാഞ്ഞിട്ട് അമ്മ ചോദിക്കുക എന്തെങ്ങനെ താമസിച്ചത് നീ ചോദിക്കുമ്പോൾ പെടക്കോഴി പറയാണ്, അയ്യാറെട്ടിൻ നെന്മണി കണ്ടാൽ എന്റെ അമ്മച്ചി എങ്ങനെ ഞാനിട്ടേച്ചു പോരും, കോഴിപ്പെണ്ണുങ്ങൾ കൊത്തിപ്പറിക്കുമ്പോൾ എന്റെ അമ്മച്ചി എങ്ങനെ ഞാൻ കണ്ടോണ്ടു പോരും, അയ്യാറെട്ടിൻ നെന്മണി കണ്ടാൽ എന്റെ അമ്മച്ചി എങ്ങനെ ഞാനിട്ടേച്ചു പോരും, കോഴിപ്പെണ്ണുങ്ങൾ കൊത്തിപ്പെറുക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എങ്ങനെ ഞാൻ കണ്ടോണ്ടു പോകും. രാജപ്പൻ ചേട്ടന്റെ വേറൊരു പാട്ടുണ്ട്, തേക്കടി കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് പോകുന്ന ഒരാൾ പാടുന്നത്. ദേ നോക്കടി തേക്കടി നോക്കടി, ആനകൾ പറവകൾ ഓന്തുപോൽ കുറേ ഹിപ്പികൾ, ദേ നോക്കടി തേക്കടി കാണടി, ആനകൾ പറവകൾ ഓന്തുപോൽ കുറേ ഹിപ്പികൾ. ഈ രാജപ്പൻ ചേട്ടന്റെ പാട്ടുകൾ ഇങ്ങനത്തെ സംഗതികളൊന്നുമില്ല. രാജപ്പൻ ചേട്ടൻ ഈ പാട്ട് ജനകീയമായി ദാസേട്ടൻ പാടി എത്ര വളവും. അല്ല, അതെന്താണെന്നറിയോ, പുള്ളി ചില സ്ഥലത്ത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇടും. പക്ഷെ പൊതുവെ രാജപ്പൻ ചേട്ടന്റെ പാട്ട് എന്നെ പോലെ പാട്ട് അറിയാത്തവർക്കും പാടത്തക്ക രീതിയിൽ ചെറിയ ഡൈനാമിക്സ് ഉണ്ട്. രാജപ്പൻ ചേട്ടന് ഊണിനെ ചെന്നിരുന്നാൽ ഒട്ടും സ്വൈര്യം തരത്തില്ലെന്നേ, നെക്ലേസ് വാങ്ങിച്ചില്ലേ അവൾ കീട നൊച്ച വച്ചോണ്ടിരിക്കും, അത് കേട്ടുടനടിയൻ നരിശം പെരുകി വരും, അവളിൽ പരിഭവമായി മുഖം കറുത്തിടും,
കറുക്കും മൂക്കും ചീറ്റും. നീ ഇതൊക്കെ കാണാണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ശരിക്കും? ഇതെല്ലാം കാണാണ്ട് ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ ഏതായാലും PSC ചോദ്യമായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ കളക്ടറാണ്. അല്ല, വേറൊരു അത്ഭുതമുണ്ട് ഇക്ക. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരുമിച്ചൊരു യാത്ര പോയപ്പോൾ പിഷാരടി ഞാൻ എഴുതി മറന്നു പോയിരിക്കുന്ന പല പാട്ടുകളും പിഷാരടിയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. ഇന്ന പാട്ടുണ്ടോ അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. പിഷാരടി ഒരുവിധപ്പെട്ട കാസറ്റുകളെല്ലാം പിഷാരടിയുടെ വീട്ടിലുണ്ട്. പിഷാരടിയുടെ ഓർമ്മയിലും എല്ലാ പാട്ടുകളും ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ എൻസൈക്ലോപീഡിയ. അല്ല, ഇനി ഇപ്പം ഒന്നാമതായിട്ട് നിങ്ങളുടേതായ പാട്ടുകൾ ഓരോന്ന് വീതം ഇവിടെ ഇറക്കി വിട്ടാൽ ആദ്യം ഒന്നാമതൊരു നല്ല സ്പീഡുള്ള ഒരു മെട്രോ റെയിൽ ഗാനം. ഇത് ശരിക്കും നമ്മുടെ ബസ്സിലെ യാത്രയില്ലേ, ഇത് ശരിക്കും എന്നെ ഒരു പോപ്പുലറായി ആക്കിയ ഗാനങ്ങളിലൊന്നാണിത്. അപ്പോൾ ആ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ കയറാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബസ്സിൽ കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ചുറ്റിക്കളികൾ, അതാണ് പാട്ടിൻ്റെ ഇതിവൃത്തം. ഒന്നാംകിളി ബസിന്റെ ഫ്രണ്ട് ഡോറിൽ നിൽക്കുന്നു, രണ്ടാംകിളി ബസിന്റെ ബാക്ക് ഡോറിൽ നിൽക്കുന്നു. ഒന്നാംകിളി ഫ്രണ്ട് ഡോറിൽ പെണ്ണുങ്ങൾ കേറുമ്പോൾ അങ്ങട് തള്ളി ഇങ്ങട് തള്ളും. കിളി ഡോറിൽ തൂങ്ങി നിൽക്കും, പല പോസിൽ ആടി നിൽക്കും. നല്ല സുന്ദരി പെണ്ണുങ്ങൾ കേറുമ്പോൾ താങ്ങിക്കൊണ്ടുടൻ ഡബിൾ ബെല്ലടിക്കും. ഒന്നാംകിളി ബസിന്റെ ഫ്രണ്ട് ഡോറിൽ നിൽക്കുന്നു, രണ്ടാംകിളി ബസിന്റെ ബാക്ക് ഡോറിൽ നിൽക്കുന്നു. ഒന്നാംകിളി ഫ്രണ്ട് ഡോറിൽ പെണ്ണുങ്ങൾ കേറുമ്പോൾ അങ്ങട് തള്ളി ഇങ്ങട് തള്ളും. കിളി ഡോറിൽ തൂങ്ങി നിൽക്കും, പല പോസിൽ ആടി നിൽക്കും. നല്ല സുന്ദരി പെണ്ണുങ്ങൾ കേറുമ്പോൾ താങ്ങിക്കൊണ്ടുടൻ ഡബിൾ ബെല്ലടിക്കും. ബസ്സിനുള്ളിൽ ഒരു പെണ്ണു നിന്നാൽ കിളവന്മാർ ദേഹത്ത് ചേർന്നു നിൽക്കും. സീറ്റു കിട്ടി പെണ്ണിരുന്നാൽ കൺട്രാവി തോളത്ത് ചാരി നിൽക്കും. ബസ്സിനുള്ളിൽ ഒരു പെണ്ണു നിന്നാൽ കിളവന്മാർ ദേഹത്ത് ചേർന്നു നിൽക്കും. സീറ്റ് കിട്ടി പെണ്ണിരുന്നാൽ കൺട്രാവി തോളത്ത് ചാരി നിൽക്കും. സീറ്റിൻ പിന്നിൽ ഗ്യാപ്പിലൂടെ നീളുന്നു രണ്ട് കൈകൾ, മെല്ലെ നീണ്ടുവന്നു കാല് രണ്ടും. ബാക്കിലിരുന്നോന്റെ വേല കണ്ടോ, പൊട്ടിക്കൽ. പെണ്ണ് തിരിഞ്ഞു മോന്തക്കടിച്ചു, പെണ്ണ് കണ്ടാൽ സുന്ദരിയ, ഗതി കെട്ടാൽ പോക്കിരിയ. ചുമ്മാ പെണ്ണിൻ മുമ്പിൽ സ്റ്റൈലുകൾ കാട്ടുന്ന പിഷാരടി ഓർത്തു വച്ചോ. ഇനി എന്റെ മുഖത്തോട്ട് ഇറക്കി. ഇത്രയും നന്നായിട്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതണമെങ്കിൽ ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന അനുഭവ പരിചയമുള്ളവരുടെ അനുഭവത്തിന്റെ തീച്ചൂളയിൽ നിന്ന് എടുത്ത വരിക. ഞാൻ പറയട്ടെ, കണ്ടുപഠിക്കുക എന്നൊരു ശീലമുണ്ട്. കൂട്ടുകാരെ ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അല്ല, അങ്ങോട്ട് നോക്കണ്ട, തൊട്ടടുത്ത്. നിങ്ങൾ വലിയ നമ്മുടെ ബസ്സിലൊക്കെ നാശമൊക്കെ കയറുന്നില്ലല്ലോ. ഈ എന്തായാലും ഒരു അനുഭവത്തിന്റെ ഇത് കണ്ടു. ഈ ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ബസ്സിൽ ഒരാൾ കയറി. ഒരു നല്ല സുന്ദരൻ, ഒരു 6 അടി പൊക്കെ. ഒരിക്കലും ഒരു ബസ്സിൽ യാത്ര ചെയ്യേണ്ടവനല്ല, അതിനേക്കാൾ കൂടുതൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു നല്ല കാറിൽ യാത്ര ചെയ്യാനുള്ള പേഴ്സണാലിറ്റി ഉള്ള ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക. 7 പെണ്ണുങ്ങളുടെ സീറ്റ് കഴിഞ്ഞ് കൃത്യം 8ാമത്തെ അവരങ്ങനെയാണല്ലോ ഇരിക്കുള്ളൂ, ബാക്കിത്തെ സീറ്റ് ഇരിക്കുമല്ലോ. ഇവൻ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇവൻ നല്ലൊരു സുന്ദരൻ ബസ്സിൽ ഇരിക്കുന്നതാണല്ലോ. നോക്കി നിൽക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ഉറങ്ങിപ്പോയിട്ട് ഈ ബസ് ഒരൊറ്റ ബ്രേക്ക് പിടിച്ചപ്പോൾ ഈ ഫ്രണ്ടിലത്തെ കമ്പിയിൽ ഇവൻ്റെ തല ചെന്ന് പട്ടേങ് എന്നൊരൊറ്റ അടിയും 1 മിനിറ്റ് കൊണ്ട് ഇവൻ്റെ തല ഇത്രയും വീർത്ത് വന്ന് ഒരു രക്ഷയില്ലാണ്ടായിപ്പോയി. എന്നിട്ട് ഇവൻ അതിൻ്റെ ചമ്മലിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാരണം ഇടിച്ച ഉടനെ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്ന് വെച്ചു. അപ്പോൾ ഇടിച്ച ഉടനെ വെച്ചോണം കേട്ടോ. ബസ്സിൽ ഉറങ്ങിയാൽ പുള്ളി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളി അതൊക്കെ ചീപ്പെടുത്തു. ഒരു തടവ്. എന്നിട്ടും മറ്റേ പഴയ ലോറിയുടെ പോലെ ഫ്രണ്ടിൽ ഇത്ര നെയിം പ്ലേറ്റ് പോലെ ഒരു സാധനം വന്നു. ഇപ്പം ഒന്നിനെ പറ്റി ഒരു പാട്ട് നാദർഷക്ക പാടി. ഇനി പ്രദീപേട്ടൻ ഒന്നിനെ പറ്റി ഒരു പാട്ട് പാടും. ശരി. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി. കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി. കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം. അയലത്തെ നാട്ടുകൾ നെല്ല് വിതയ്ക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ സമരം വിതയ്ക്കും. അയലത്തെ നാട്ടുകാർ നട്ട് നനയ്ക്കുമ്പോൾ നമ്മുടെ ആളുകൾ വെട്ടി നിരത്തും. ഓണം വരും മുമ്പേ തമിഴന്റെ ലോറികൾ കേരള നാട്ടിലേക്കോടും, കുറെ പൂഞ്ചോ വന്നുകൊണ്ടോടും. ഓണത്തിന് പൂ മാത്രമല്ല,
അവിടുന്ന് അരിയും വരാറുണ്ട്. സ്പെഷ്യലായി സ്വൽപ്പം അരി കിട്ടി തിരുവോണം നാളിൽ, അത് കഴുകാനെടുത്തപ്പോ മണമടിച്ച് കിറങ്ങിപ്പോയി. സ്പെഷ്യലായി സ്വൽപ്പം അരി കിട്ടി തിരുവോണം നാളിൽ, അത് കഴുകാനെടുത്തപ്പോ മണമടിച്ച് കിറങ്ങിപ്പോയി. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പാടുപെട്ട് വാങ്ങിച്ചൊരു അരിയാണിത് മാവേലി. ഇത് വെച്ചുണ്ടാക്കി കൊടുത്താലോ പട്ടി പോലും കഴിക്കൂല, അതുപോലൊരു സ്മെല്ലാണ്. സ്പെഷ്യല് സ്പെഷ്യല് അരി സ്പെഷ്യലായി കിട്ടി, സ്പെഷ്യല് സ്പെഷ്യല് അരി സ്പെഷ്യലായി കിട്ടി. വയസ്സുകാല രോഗമിതിനു ചികിത്സ കാണുമോ, അതോ കാഞ്ഞു പോകുമോ? വയസ്സുകാല രോഗമിതിനു ചികിത്സ കാണുമോ, അതോ കാഞ്ഞു പോകുമോ? പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ, എടി പെണ്ണേ, അഴിഞ്ഞടിഞ്ഞ് നടക്കാൻ നോക്കല്ലേ കള്ളി, കൊച്ചു കള്ളി. പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ, എടി പെണ്ണേ, അഴിഞ്ഞടിഞ്ഞ് നടക്കാൻ നോക്കല്ലേ കള്ളി, കൊച്ചു കള്ളി. പഠിക്കാൻ വിട്ട പെണ്ണാണ്, വെളുവെളുത്ത കളറാണ്, കൊഴുക്കുരുണ്ട ഫിഗറാണ്, ചവറ് പോലെ ലവറാണ്, ലവർ തന്ന വയറാണ്, ആ വയറിൽ നിന്ന് കൊതിയാണ്. പച്ചമാങ്ങ പച്ചമാങ്ങ ഇത് നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടുമാവിലെ മാങ്ങ. കൊച്ചമ്മേ കൊച്ചമ്മേ തീർച്ച തീർച്ച, കൊച്ചമ്മേ തീർച്ച, പറമോളെ ആരാ മോളെ, പറമോളെ ആരാ മോളെ. ഇപ്പൊ ഞാൻ നേരത്തെ ഇലക്ഷന് പാട്ടെഴുതുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഏറ്റവും കൂടുതൽ പാരഡി വരുന്ന സമയമാണ് ക്രിസ്മസ്. പുൽക്കൂട്, ഇടയൻ, മഞ്ഞ്, മാലാഖ, ഇത്ര ഒരു 10-20 വാക്കുകൾ വെച്ചിട്ട് ഉള്ള സിനിമാ പാട്ടിന് മുഴുവൻ കരോള് പാട്ടുണ്ടാക്കിയിട്ട് രാത്രി ഡ്രമ്മിന്റെ പിച്ചിന് 3 മണിക്ക് തണുപ്പത്ത് പാടിക്കൊണ്ട് കരോള് വരും. പിഷാരടി എഴുതിയിട്ടുണ്ടോ? കരോള് പാട്ട് ഞാൻ ഇഷ്ടം പോലെ എഴുതുമായിരുന്നു. ചെറിയ അല്ല അങ്ങനെ അത് പാട്ട് പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ കരോള് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞങ്ങളെല്ലാം കൂടെ, കരോള് നല്ല വരുമാനമാണല്ലോ, ഒരു പൈസ തരാത്ത ഒരാളുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത്, ഫ്രാൻസ് അങ്കിൾ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഗേറ്റിൽ നിന്ന് വീട് വരെ എങ്ങനെ പോലും ഒരു 10 രൂപയ്ക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോകാനുണ്ട്. അത്രയും ദൂരമുള്ള ഗേറ്റും വീടും ഒക്കെ 2 സൈഡിലും പൂന്തോട്ടമാണ്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാം കൂടെ കരോള് പോയിട്ട് ഒരു 5 പാട്ട് കഴിഞ്ഞിട്ട് ഈ പുള്ളി എണീക്കുന്നില്ല, അകത്ത് എണീറ്റിരിക്കുക, തുറന്നു വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെരയ്ക്ക് ചുറ്റും നടന്ന് കരോള് തുടങ്ങി. ബാക്കിൽ പോയിട്ട് ഓരോ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ താഴെ ടിക്ക് ഭയങ്കര അടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഞങ്ങൾ ഫ്രണ്ടിലെത്തിയപ്പോൾ ഡോർ അങ്ങ് തുറന്നിട്ട് ഒരു 10-20 ഷൂസും സാധനങ്ങളും വെച്ച് ഞങ്ങളുടെ കരോൾ സംഘത്തെ ആക്രമിച്ചു. എറിയുവോ പുള്ളി, പെരക്കകത്തുനിന്ന് കിട്ടുന്ന സാധനം വെച്ച് കരോൾ സംഘത്തിന് എറിയ ഭയങ്കര. അപ്പൊ ഞങ്ങളെല്ലാം ഓടി, പലരും പല ആ തോട്ടത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജോമോനെ മാത്രം പുള്ളി കൃത്യമായിട്ട് പിടിച്ചു. അതെങ്ങനെ? ജോമോൻ തലേ പെട്രോമാക്സും വെച്ചോണ്ട് തോട്ടത്തിനിടയിൽ ഒളിച്ചിരുന്നിട്ട് നല്ല കാര്യമുണ്ടോ? അയ്യപ്പ സീസണിൽ തല്ലി കൂട്ടിയിട്ട് കുറെ ആൾക്കാർ എഴുതി വന്നിട്ടില്ലേ? എനിക്ക് സാധാരണ പാരഡി ഒരെണ്ണം പാടാൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരില്ല. കാരണം ഒരു സീസണിൽ ഒരേ പാട്ട് തന്നെ 6 തവണ 6 ലിറിക്സ് ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട് പല പല. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ശരിക്കും അന്ന് ഇതൊരു പ്രധാന വരുമാന മാർഗമായിരുന്നു. ശരിക്കും അന്ന് ഒരു പൈസ ഒന്നും വരില്ലല്ലോ, വെറുതെ അല്ല പിഷാരടി പറഞ്ഞത് അല്ലേ, കാസറ്റിനെക്കാളും കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ട്. ഈ DISCO ഡിസ്കോ ഡിസ്കോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നല്ലോ, അതിന് എഴുതിയിട്ടുണ്ട്. ഞാനല്ല എഴുതിയ ഇത്. ഞാൻ ആദ്യകാലങ്ങളിൽ കേട്ട്, ആ സമയത്തൊന്നും നമ്മൾ പാരഡി എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ കേട്ടാണ് ശരിക്ക് അയ്യപ്പ സീസണിൽ ഒരാൾ എഴുതി വെച്ചാണ് PAMPA പമ്പ പമ്പ ശരണസ്വാമി ശരണം. പിന്നെ വേറെയാണ് ഈ കരോളിന്റെ ഉണ്ണി പിപ്പിരി പിപ്പിരി കാലിട്ടടിച്ചു, മറിയമുറക്കമുണർന്നു വിലാസിനിയായി, എന്നിട്ട് മറിയേ അറിയൂ യേശു പിറന്നു. അത് അറിയിക്കേണ്ട വല്ല കാര്യമുണ്ടോ പുള്ളിക്കാരന്? ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തൊരു മനോജുണ്ട്. അവൻ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസാ. മറ്റേ വാച്ച് കെട്ടുള്ളൂ, ഈ ഷൂസേ കെട്ടുള്ളൂ, ഇതേ കെട്ടുള്ളൂ, എല്ലാം കെട്ടുള്ളൂ. അവനിപ്പം ശബരിമലയ്ക്ക് പോയില്ല കഴിഞ്ഞ പ്രാവശ്യം. എന്നാന്ന് വെച്ചപ്പോൾ റീബോക്കിന്റെ ഇരുമുടിക്കെട്ട് വേണമെന്ന്. ഇത്രയും നേരം നമ്മൾ ചിരിച്ചത് പാരഡി പാട്ട് കേട്ടിട്ടാണ്. ഇനി നമുക്ക് ചിരിക്കാം ഒരു സ്കിറ്റ് കണ്ട്. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, നിലയില്ല കഥ
കഥ പറഞ്ഞു തരാവോ? എന്ത് കഥ? ഈ മണ്ണിന്റെ കഥ, ഈ നാട്ടിലെ ശ്വാസത്തിന്റെ കഥ. പറയാം. നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ. ഇത് വടക്കൻ മലബാറിലെ ഉൾപ്രദേശത്തുള്ള ഒരു വടക്കൻ ഗ്രാമം. സമാധാനവും ശാന്തിയും എന്തെന്നറിയാത്ത പോക്കിരി നാട്. അയ്യോ, തെക്കും കരക്കാരെ വടക്കം കരക്കാര് വെട്ടിയേ. തെക്കും കരയും വടക്കും കരയും ആ നാട്ടിലെ അമേരിക്കയും ഇറാഖുമായിരുന്നു. തെക്കും കരയിലെ പ്രമാണിയായിരുന്നു രൗദ്രക്കുറുപ്പ്. പിന്നെ അവന്റെ എന്തിനും പോന്ന അനിയന്മാരും. വടക്കും കരയിലെ പ്രമാണിയായിരുന്നു ചുടലക്കുറുപ്പും അനിയന്മാരും. ഇവര് രണ്ടും നേരിൽ കണ്ടാൽ യുദ്ധമാണ് യുദ്ധം. രണ്ടു കൂട്ടരും പിന്നെ ചോര കാണാതെ യുദ്ധം അവസാനിപ്പിക്കില്ല. ആ ചോര കണ്ടു, ഇനി നിർത്തിയേക്കാം. ചേരിപ്പോരും കുരുതിക്കളവുമായി മുന്നോട്ടു പോകുമ്പോഴും അവരൊന്നിച്ചു നടത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പോക്കിരി നാട്ടിലെ കാവുമ്പാട്ടമ്പലത്തിലെ ഉത്സവം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് വടക്കങ്കരക്കാരും തെക്കങ്കരക്കാരും മത്സരിച്ചാണ് പരിപാടികൾ നടത്തിയിരുന്നത്. 10ാം ദിവസത്തിൽ 101 എഴുന്നള്ളിപ്പിനും കരിമരുന്ന് പ്രയോഗത്തിനും ശേഷമുള്ള കലാപരിപാടി. അത് നടത്തുവാനുള്ള അവകാശം ലേലത്തിൽ 1 ലക്ഷം രൂപ കെട്ടിവെച്ച് വടക്കങ്കരക്കാര് സ്വന്തമാക്കി. അയ്യോ, പരിപാടിക്കല്ല, അത് നടത്തുവാനുള്ള അവകാശത്തിന് 1 ലക്ഷം രൂപ കെട്ടിവെച്ചോ? ഇനിയിപ്പോ 1 ലക്ഷമല്ല, 10 ലക്ഷമാണെങ്കിലും അവരത് കൊടുക്കും. കാരണം അതവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ 10ാം ദിവസത്തെ പരിപാടിയായി അവരുടെ അഭിമാന പ്രോഗ്രാം കൊച്ചിൻ കലാദിശയുടെ മിമിക്സ് മെഗാ ഷോ അവർ ബുക്ക് ചെയ്തു. അങ്ങനെ പ്രോഗ്രാമിലുള്ള കലാകാരന്മാരെല്ലാം എത്തി. ആ വരവൊന്ന് കാണേണ്ടതായിരുന്നു. വടക്കങ്കരക്കാരെ ആനയും അമ്പാരിയുമായി അവരെ സ്വീകരിച്ചു. എന്നിട്ട് അങ്ങനെ ആ മിമിക്സ് പരിപാടി ചീറ്റിപ്പോയി. 8 വെട്ടും 16 നിലയിൽ അതങ്ങ് പൊട്ടി. എന്നിട്ട് പരിപാടി കഴിഞ്ഞ് മിമിക്സ് ട്രൂപ്പിന്റെ മാനേജര് കാശ് വാങ്ങാൻ വടക്കും കരക്കാരുടെ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു പോക്ക് പോയി. എന്റെ കുഞ്ഞേ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇതുവരെ കണ്ടത് ജസ്റ്റ് ഒരു ഇൻട്രോ. കിട്ടിയിരുന്നെങ്കിൽ പോവായിരുന്നു. എന്ത് എന്തിന്റെ പറയണ പ്രോഗ്രാമിന്റെ അതിനെ പ്രോഗ്രാം എന്ന് പറയോടാ. ഇതിനാണ് പ്രോഗ്രാം എന്ന് പറയണത്. ഇനി പറയോടാ പ്രോഗ്രാം. ഞാൻ ഉറക്കം നിൽക്കാൻ വന്നാന്ന് പറഞ്ഞോളാ. ഉറക്കം നിൽക്കാനാണെങ്കിൽ നിനക്ക് ഞാൻ തട്ടുകട ഉണ്ടാക്കി തരൂലായിരുന്ന. ഈ നാട്ടുകാരുടെ ഉറക്കം നീ കളയുമായിരുന്ന. കളയൂല. ഏമ്പക്കം വിട്ടാണ് ബൈ.
നിന്റെ കൂടെ വേറെ ഉണ്ടാവില്ല ആൾക്കാര് അവിടെ ഉണ്ട്. വിളിക്കടാ വിളിക്കടാ എടാ കേറുവാടാ. ഇല്ല ഞങ്ങൾ വരൂല. എടാ പേടിക്കണ്ടെന്ന് പോ, ഞങ്ങൾക്ക് പേടിയാ. എടാ പാവം ചേട്ടനെടാ ഒന്നും ചെയ്യൂല. അയ്യോ അയ്യോന്നൊക്കെ കേക്കണണ്ടല്ലോടാ. എടാ നീയൊക്കെ വന്നില്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലോടാ. തമാശക്കാരെല്ലാവരും വൈകിട്ടേക്ക് സമയങ്ങളുണ്ടോ വേമ്പ. തമാശക്കാരല്ലേ, നല്ല പരിപാടിയായിരുന്നു നിങ്ങളുടെ ലീഡർ ആരുടെ? ഞാനാ? നീ തന്നെ വാ ചോദിക്കട്ടെ. എടാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ ഗ്ലാസ് ഒക്കെ വെച്ച നീയല്ലേ എന്നോട് ലീഡർ എന്ന് പറഞ്ഞത്? കണ്ടിപ്പോ തമാശ പറഞ്ഞാണ്. എങ്ങനെ തമാശ പറഞ്ഞാണ്, കാര്യമായിട്ട് എടുക്കണ്ട. ഈ തമാശ നിനക്ക് സ്റ്റേജിൽ പറയാമായിരുന്നില്ലടാ. ഇനി എന്നെ തല്ലരുത്, എനിക്കൊരു ഭാര്യയും 2 മക്കളും ഉള്ളതാണ്. അത് നീ എല്ലാടാ ശ്രദ്ധിക്കേണ്ടത്. ഭാര്യയും 2 മക്കളുള്ള നീയാണോ ഇതുപോലത്തെ ചീഞ്ഞ കോമഡി വന്ന് വളർത്തുന്നത്? നീ അവരുടെ ഭാവിയെങ്കിലും ഓർക്കണ്ടോ? സാധാരണ എല്ലായിടത്തും പരിപാടി സൂപ്പർ ആകാറുള്ളതാ. ഇവിടെ എന്താണോ പറ്റിയതെന്നാവോ അല്ലേടാ? എല്ലാ കമ്മിറ്റിക്കാരും നല്ല അഭിപ്രായം പറയുന്നതാ. ഇതെന്ത് പറ്റിയെന്നാവോ അല്ലേടാ? എല്ലാ സ്റ്റേജിലും പരിപാടി പോയാൻ നേരത്തെ ഇതൊക്കെ തന്നെയാണോ പറയുന്നത്? അതെ അതെ അതെ. അനിയാ നീ ക്ഷമിക്കണം. വെട്ടിക്കൊള്ളണം, രക്തത്തിൽ എനിക്ക് കുളിക്കണം. എടാ കുളിക്കാൻ നിനക്ക് ഞാൻ വെള്ളം ചൂടാക്കി തരാം, നീ ഇത് വിട്. എടാ നീ അടങ്ങ്. എടാ നീ അടങ്ങ, അല്ലെങ്കിൽ അവർ ഇനിയും കോമഡി പറയും. പാടങ്ങട്. എന്താണ് നിന്റെ പേര്? മാഹിടപ്പള്ളി. മോഹൻലാൽ ചെയ്തവൻ നിർത്തി. ഞാനേ ചൊവ്വാഴ്ച മുതൽ കൂലിപ്പണിക്ക് പോകാനുള്ള പരിപാടി. തിങ്കളാഴ്ച എന്റെ പെങ്ങളുടെ കല്യാണമുള്ള. നീ നിർത്തണ്ടാ. നിന്റെ മോഹൻലാൽ മാത്രം സൂപ്പറായുള്ളു. സന്തോഷമായി എനിക്ക്. പക്ഷേ പിന്നെ മോഹൻലാലിനൊരു ഒരു കുറവുണ്ടായിരുന്നല്ലേ? തോളിന് ചരിവ് കുറവാണെന്ന്. ആ ചരിവ് നിർത്തിക്കൂടെ? ചരിവ് ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ മോഹൻലാലിന്റെ മുഖം വന്നില്ല. വീർപ്പ് വേണ്ടേ? വീർത്തിരിക്കണം. മണ്ണൊന്നും വെക്കണ്ട, ഇവിടെ വീർപ്പിച്ചവരും കൊടുക്കണ. ഇനി ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ചു കൊടുക്ക. ആ മോഹൻലാലൊന്ന് കാട്ടിയടാ. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എങ്കിലും ഞാനെന്ത് ചോദിക്ക? എന്നെ എന്തിനാ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നേ? എന്താണത്? നിന്റെ പരിപാടിയും ചീപ്പും കയ്യിലും ചീപ്പാ. ഒറ്റ പല്ലില്ലാടയില്. സ്ഥിരം പരിപാടിക്ക് പോകണം. സ്ഥിരം പരിപാടിക്ക് പോയ ചീപ്പാണ് കല്ലില്ലാത്തത്. ഇങ്ങനെ പോയാൽ നിന്റെ വായിലും പോലെ ഉണ്ടാവും. സ്കിറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? എന്റെ പഞ്ച വളരെ നല്ലതായിരുന്നു. എന്റെ പഞ്ച അവിടെ കേട്ടോ. നിന്റെ നെഞ്ച് ഞാൻ കലക്കി തരാം. എന്താണ് നിന്റെ പേര്? എന്റെ പേര് കലാഭവൻ റൌഫ്. എങ്ങനെ പേര് പറഞ്ഞേ? കലാഭവൻ റൌഫ്. എടാ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതുപോലൊരു ആർട്ടിസ്റ്റ് കലാഭവനിൽ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അത് ഞാൻ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ കലാഭവന്റെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറി. പിറ്റേ ദിവസം പോലെ ഞാൻ കലാഭവൻ റൌഫ് ആയി. അപ്പൊ നിന്നെപ്പോലുള്ള ആൾക്കാരാണ് ഈ കലാഭവന്റെ കലാഭവന്റെ മുമ്പിൽ കൊണ്ടുപോയി തട്ടുകട ഇട്ട കണാറിനും പറയും പിറ്റേ ദിവസം മുതൽ കലാഭവൻ കണാറിനുണ്ട്. ഇനി അങ്ങനെ പേര് കളയോടാ. അത് അങ്ങനെ പേര് കളയാൻ പറ്റുന്ന സ്ഥാപനമാണോടാ? അത് നല്ല നല്ല സ്ഥാപനമല്ലേടാ? ഒരുപാട് മഹാന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥാപനമല്ലേടാ? കളയാമൂടാ. ഇനി നിന്റെ പേരതല്ല. ഞാൻ മാറ്റി പറഞ്ഞോളാം. ഇനി എന്ത് പേരാടാ എന്റെ? ഹരിശ്രീ റൌഫ്. അതെന്താടാ? അതെന്താടാ? അതിന്റെ ഫ്രണ്ടിൽ ലോട്ടറി കച്ചവടം നടത്തിയോളാം. എന്നെ വെറുതെ വിടറ. സാറ് ഇപ്പൊ ചെയ്ത ആറ്റിറ്റ്യൂഡല്ല, അത് സമ്മതിച്ചാൻ. സാർ തെറ്റ് ചെയ്തവൻ എന്റെ ശിക്ഷ അനുഭവിക്കണം. സാർ ഇപ്പൊ ചെയ്താണ് കറക്റ്റ്. സാറേ നീ സ്കിറ്റിൽ എന്താടാ ഇത്?
അയ്യോ ചേട്ടാ ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണ എന്താണ് ചെയ്യുന്നത്? നമ്മള് ആസിഡ് ഒഴിക്കും. ആസിഡ് എടുത്ത് കൊടുക്കണം. ഞാൻ മെയിനായിട്ട് സ്കിറ്റാണ്. നീ മെയിനായിട്ട് പല വേഷത്തിൽ വന്നുകൊണ്ടാണ് എനിക്ക് മനസ്സിലാതെ പോയത്. ഞാനും വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന്. പൊക്കോണം നീ ഇവിടുന്ന്. ഇവിടെ ലീഡർ ഇവിടെ പാടാ നീ. എന്നെ ഒരു റൗണ്ട് കഴിഞ്ഞായിരുന്നു. ഇനിയുണ്ട് ഒരുപാട് റൗണ്ട് കേട്ടോ, എന്നിട്ടാണ് ഫൈനല്. സത്യം പറയണം, പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രം പ്രോഗ്രാം അല്ലായിരുന്നാ? ഞങ്ങള് ബോംബിട്ട് ബോംബിട്ടതാണ്. ബോംബാണ്. ഒരൊറ്റ മനുഷ്യൻ ഉണ്ടായില്ലല്ലോ കാണാൻ. സത്യം പറയല്ല, സ്കിറ്റൊക്കെ ഇത്തിരി പഴയതായിരുന്നു. എങ്ങനെ? സ്കിറ്റൊക്കെ ഇത്തിരി പഴയതായിരുന്നു. ഒത്തിരി ഇത്തിരി ഒത്തിരി ഇത്തിരി ഒത്തിരി ഇത്തിരി ഒത്തിരി ഇത്തിരി ഒത്തിരി ഇത്തിരി ഒത്തിരി ഇത്തിരി. ചേട്ടാ അടിച്ചവന്റെ പത്തിരി കലക്ക് ചേട്ടാ. നീ നിക്ക്. നീ എന്തെങ്കിലും ചെയ്ത് അവൻ പിന്നെയും കോമഡി കാണിക്കും. തീർന്നില്ല. ആ ഷോക്കാർഡിന്റെ മുൻവശം തന്നെ നിന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, സംവിധാനം ഒന്നും പറഞ്ഞു. നീ എവിടെ നിന്നാണ് സംവിധാനം പഠിച്ചത്? എവിടെ നിന്നാണ് നീ പഠിച്ചത്? ജൂൺ മാസം നല്ല കോരിച്ചൊരിയുന്ന മഴയുള്ള മിമിക്രി വേണ്ട, വെറുത്തു പോയേനെ ഞാൻ. പറ. കോരിച്ചൊരിയുന്ന മഴയത്ത് വീടിന്റെ ഒരു ഓട് ഇങ്ങനെ പൊട്ടി ഒലിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ നേരെ മുറ്റത്തേക്ക് ഓടിയിട്ട് 2 ഗീർ ഓലക്കണ എടുത്തുകൊണ്ട് വന്ന് അവിടെ ചെടി വെച്ച്. അപ്പം തന്നെ ചോർച്ച നിന്ന്. ഇത് കണ്ടുകൊണ്ട് എൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ സംവിധാനം കലക്കി. അതോടെ എനിക്ക് ഭയങ്കര പേരായി. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് മുഴുവൻ മുട്ടറ്റം വെള്ളം. ഞാനൊരു മമ്മട്ടി എടുത്തോണ്ട് വന്നിട്ട് കേറണ്ട് പതുക്കെ പറഞ്ഞേക്കാം. ഈ മമ്മട്ടി എടുത്തോണ്ട് വന്നിട്ട് ഞാൻ കൈത്തോട് അങ്ങോട്ട് വെട്ടി പാടത്തേക്ക് ഇട്ട്. ആ വെള്ളം മുഴുവൻ കൈത്തോട് വഴി ഒളിച്ച് പാടത്തേക്ക് പോയി. അപ്പൊ തന്നെ അച്ഛൻ വന്ന് മേത്ത് കെട്ടിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ സംവിധാനം കലക്കി 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 നീ ഭാവിയിൽ സിദ്ദിഖ്ലാലിനെ പോലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാകുമെന്ന് പറഞ്ഞു. ഓടിന്റെ ഇടയിൽ ഓല തിരികെ വെച്ചും കാണ വെട്ടിയാണോടാ സിദ്ദിഖ്ലാൽ ഇത്രയും വലിയ സംവിധായകനായത്? അങ്ങനെയാണോടാ? സംശയം ഉണ്ടോടാ നിനക്ക്? ചോദിച്ചു നോക്കടാ. സാറെങ്ങനെയാണ് സംവിധായകനായെന്ന് പറഞ്ഞു കൊടുക്ക്, ഇല്ലെങ്കിൽ ഇവരെന്നെ ഇടിച്ചു കൊല്ലും. റാഞ്ചിറാവ് വരുമ്പോഴും സാറും ഒരു പുതുമുഖായിരുന്നല്ല, ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ. എന്ത് പറഞ്ഞടാ? പുള്ളിക്കാരൻ ചിരിക്കണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി എനക്ക്? ഇങ്ങനെയൊന്നും അല്ല സംവിധായകനായെന്ന് മനസ്സിലായി. നന്നായിട്ട് പണിയെടുത്തിട്ടാണെന്ന് മനസ്സിലായില്ലേ? പുള്ളി പോയടാ. റിലാക്സ്, എല്ലാം റിലാക്സ്. അതുപോലെ ഞാൻ ഈ മാട്ട മിമിക്രിക്കാരനെ പോലെയല്ലേ. നീ ആരാണ്? ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുകാരനാണ്. ഫ്ലാറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ തല്ലുന്ന പോലെ എന്നെ തല്ലാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കാരണം 2 ലക്ഷം SMS എനിക്ക് കിട്ടിയാലോ. കുറുപ്പേട്ട എന്നാ ചേട്ടാ ആലോചിക്കുന്നത്? അല്ല, നീ പറഞ്ഞില്ലേ നിന്നെ തല്ലുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആലോചിക്കാറ് നിന്നെ വിഷം തന്നു കൊല്ലണല്ലേ, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. ഇതെന്നാ പട്ടിയെ തല്ലുന്നവരോട്ട് തല്ലുന്നത്? ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, ഇങ്ങനെയാണ് തല്ലുന്നത്? കുറുപ്പം പറയാനുള്ള അന്തസ് കാണിക്കണം. ഇങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിരിക്കണം. 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. 2 ആൺകുട്ടികളുടെ തന്തയാണ് ഞാൻ. ഘടാഗംഭീരന്മാരന്മാര്. അതിന് ദൈവത്തെ ഓർത്ത് എന്നെ ഇനിയും തല്ലിയാൽ നിങ്ങളോട് ദൈവം ചോദിക്കും, ശ്രമിക്കൂല. ചേട്ടാ ചേട്ടാ ഈ പയ്യനറിയോ? ഒരു 1-ാം തരം മിമിക്രിക്കാരനാണ്. ഇവന്മാർ ഈ പരിപാടി കളിക്കുന്ന തൊട്ട് മുമ്പ് ഈ പയ്യൻ ചെന്ന് ചോദിച്ചു, എൻ്റെ പൊന്നിയേട്ടാ ഞാനൊരു ഐറ്റം കാണിച്ചു കഴിഞ്ഞിട്ട് ഇവന്മാർ പറയാ ആദ്യം മുട്ടേന്ന് വിരിഞ്ഞിട്ട് വാടാ എന്നും പറഞ്ഞ ഒരു ഒറ്റ തേമ്പ് ഇവന്മാർ കിട്ടും. ആരാടാ ഇവന്റെ താടിക്കിട്ട് തട്ടിയത്? ഈ കൂട്ടത്തിൽ ആരാണെന്ന് കാണിച്ചാടാ? തമാശ ചേട്ടാ ആളെ പിടി. നീയാണോ ഇവന്റെ താടിക്കിട്ട് കെട്ടിയത്? എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുള്ള. എടാ, ഓർമ്മ വരുന്നതിന് എന്താടാ ചെയ്യണേ? നമ്മൾ ഈ 10 കിലോയുടെ കിൻഡൽ ഓർമ്മ കിട്ടി. നീ തന്നെയാണ് അടിച്ചത്. നീ എന്താണ് ഈ ട്രോഫി ചെയ്യുന്നത്? പൃഥ്വിരാജ്.
പൃഥ്വിരാജ് സൂപ്പറാണ്, അവന്റെ മാസ്റ്റർ പീസ് ആണ്. നല്ല മിണ്ടരുത്, പൃഥ്വിരാജ് ചെയ്ത് കാണിക്കടാ. അനൗൺസ്മെന്റ് വേണം. അനൗൺസ്മെന്റ് വേണം. അനൗൺസ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലടാ. ഞാൻ വന്ന് പറയണോ? അടുത്തതായി ആക്ഷൻ സൂപ്പർ സ്റ്റാർ ചെയ്യടാ. മ്യൂസിക് ഇടണം. മ്യൂസിക് ഇട്ട് കൊടുക്കടാ. പൃഥ്വിരാജ് വരുമ്പോ നരേന്ദ്രപ്രസാദ് മ്യൂസിക് ഇടണം, പട്ടി ഇടണം. നീ എന്ത് ചെയ്താലും ഒരുപോലെ അല്ലേ? അങ്ങോട്ട് ചെയ്യ്. ഞാൻ പാട്ട് പാടാം. ചെയ്യാം. ഈ പിശാചോട് ഉണ്ടായിരിക്കാൻ പറ. എടുക്കട്ടെ. തല്ലി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വന്നതല്ല ഞാൻ. പിന്നെ ഇതിനൊന്നാടാ. ഇതിന് ഡയലോഗാണ്. പറ. പഠിക്കാൻ, ജയിക്കാൻ. എന്നിട്ട് നീ പഠിച്ചാ ജയിച്ചോ? നീ അവിടെ മാറിക്ക്. ഇവനെടുത്ത് കാണിക്കണ കണ്ട് നീ പഠിക്ക്. മോനെ ആ പൃഥ്വിരാജ് ഒന്ന് എടുത്തടാ. തല്ലി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വന്നതല്ല. എനിക്ക് പഠിക്കണം, ജീവിക്കണം. താളം കൊട്ടി മാത്രം ശീലിച്ച ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. ഇപ്പൊ എന്റെ കാലിന്റെ താഴെ നിന്റെ നെഞ്ചു പിടയ്ക്കുന്ന താളവാ. ഞാനൊന്ന് ആഞ്ഞു ചവിട്ടിയ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ നിന്റെ താളവും നിൽക്കും. അവിടെ ഇതാണ് പൃഥ്വിരാജ്, അല്ലാതെ നീ എടുത്തതല്ല പൃഥ്വിരാജ്. എല്ലാവർക്കും കൂടി, എല്ലാവർക്കും കൂടി. വേഗം ഞാൻ മുറുക്കൂല, എന്റെ അപ്പൂപ്പ മുറുക്കും. നിന്റെ അപ്പൂപ്പന്റെ. എല്ലാവരും ഈ കൊച്ചിന്റെ കാൽക്കൽ ദക്ഷിണ വെച്ച് അവന്റെ അനുഗ്രഹം വാങ്ങിക്കണം. വാങ്ങിക്കണം. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. അതിനുള്ളിൽ എല്ലാം ഇവിടുന്ന് പൊക്കോണം. പറഞ്ഞോട്ടാ. 1, 2, 3. എന്തായിരുന്നടാ നിന്റെ ഒരു ആഘോഷം, ഉത്സവം, മെഗാ ഷോ, മിമിക്രി? 8 നില പൊളിഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് തൃപ്തി ആയില്ലടാ. ഏത് പട്ടിക്കൊരു ദിവസം വരുവടാ. ആ ദിവസമാണ് ഇന്ന്. മക്കളിങ്ങോട്ട് വന്നേ. ഞാൻ നിങ്ങളോട് പരിപാടി പൊളിക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചാലും അടിപൊളിയായിട്ട് നിങ്ങൾ പൊളിച്ച് കൂവി നശിപ്പിച്ച് കയ്യിൽ തന്നു. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലും കൂടുതൽ കാശ് ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾ അടിച്ചു പൊളിച്ചു. എടാ മക്കളെ, സത്യം എനിക്കറിയാം. ഏതായാലും നിങ്ങളുടെ പരിപാടി പൊളിഞ്ഞു കൂടി നശിപ്പിച്ച് തന്ന് എനിക്കൊരു ക്രെഡിറ്റ് ആയിട്ടാവേ. ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൂ. എന്നിട്ട് അവരെ കൊന്നോ പാണ? ഇല്ല, കൊന്നില്ല. ആളുകളെ കോമഡി പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊന്ന അവരെ ഒറ്റയടിക്ക് കൊല്ലാതെ ഇനിയുള്ള കാലം മുഴുവൻ ഈ വേദിയിൽ തന്നെ കോമഡി പറഞ്ഞ് ശരിയാക്കിയിട്ട് പോയാ മതിയെന്ന് കമ്മിറ്റിക്കാരൊരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവര് പോയോ പാണ? ഷേവടെ, ഇതുവരെ അവര് ശരിയാക്കിയിട്ടുമില്ല, ഇവിടം വിട്ടു പോയിട്ടുമില്ല. അതാ തുടങ്ങി. ഇതിപ്പോ 4 പേരല്ലേ ഉള്ളൂ. ഇതിലൊരു പാട്ടുകാരനുണ്ടായിരുന്നല്ലോ, അയാളെ അവര് കൊന്നോ? എന്റെ പൊന്നു കുഞ്ഞേ, ആ പാട്ടുകാരനാ ഇത്രയും നേരം ഈ കഥ മുഴുവൻ നിന്നോട് പാടിയ ഈ ഞാൻ. ഈ മിമിക്രിക്കാര് സകലകലാ വല്ലഭന്മാര് തന്നെയല്ലേ. ഡയലോഗ് കൊണ്ട് മാത്രല്ല, പാട്ടുകൊണ്ടും നമ്മളെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ. കേൾക്കാം നമുക്ക് ചിരിപ്പാട്ടുകൾ.
ദേമാവലി കൊമ്പത്ത് അല്ലേ നിങ്ങളുടെ ക്യാസറ്റ്? അതെ അതെ. നിങ്ങളുടെ ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോടം, നിങ്ങൾ ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോടം എന്നുള്ള ക്യാസറ്റ് നിർത്തി. ഞങ്ങൾ നിർത്തി. നിങ്ങൾ മാവേലി കൊമ്പത്ത് എന്നുള്ള ക്യാസറ്റ് നിർത്തി. പക്ഷെ പൂട്ടുവെച്ചോടം തുടങ്ങി. ഒറിജിനൽ ഈ പുട്ടുകച്ചവടത്തിന്റെ കാര്യം പറയുമ്പം ദിലീപേട്ടനും നാദൃശയ്ക്കും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്, നല്ല സൗഹൃദമൊക്കെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ചിലപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പലരുടെയും സൗഹൃദം തകർക്കാൻ കാരണമായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പിരിഞ്ഞ കഥകളൊക്കെ നമുക്കറിയാം. ഞാനും ലാലും പിരിഞ്ഞൊന്നുമാണ്. ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഞങ്ങൾ ഈ വേദിയിലും ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്നു. അപ്പോൾ ഇക്ക ഞാനൊരു കാര്യം പറയട്ടെ. ഈ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചൊരു പാട്ട് എനിക്കറിയാം. ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്, കൊച്ചിൻ മിമി എഴുതിയതാണ്. ആ പാട്ടൊന്ന് ഞാൻ പാടിക്കോട്ടെ? ഓക്കെ. ജോർജുട്ടിൻ ജോസുട്ടിൻ കുഞ്ഞുനാളെ തൊട്ട് മുടിഞ്ഞ ഇഷ്ടത്തില അവർ രണ്ടാടും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. ജോർജ് സോഡ വാങ്ങി കുടിച്ച ആയമ്പക്കം ജോസ് വിടും. ജോസ് ചാർമിനറ് വലിച്ചാൽ ജോർജ് തൊണ്ട കുത്തി ചുമയ്ക്കും. ഇപ്പൊ കണ്ടാ മിണ്ടൂല. ജോർജുട്ടിൻ ജോസുട്ടിൻ കുഞ്ഞുനാളെ തൊട്ട് മുടിഞ്ഞ ഇഷ്ടത്തില ഇപ്പൊ രണ്ടാടും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. 1956 നിന്നുള്ള ബന്ധം, ഓണം വന്നാലും ക്ഷീണം വന്നാലും ഒന്നാണെന്നുള്ള ബന്ധം. പായകീ ഷെയർ ചെയ്ത സംഭവം ഇപ്പൊ ജോസ് കണക്ക് ചോദിച്ചപ്പ സങ്കടം. കെട്ടിപ്പിടിച്ചുള്ള നടപ്പെല്ലാം പൊട്ടിപ്പൊളിഞ്ഞല്ലോ ഔസോ. കച്ചവടമൊന്നായി തുടങ്ങിയതും വിട്ടുപിരിഞ്ഞല്ലോ സ്നേഹം. ഇപ്പൊ കണ്ടാ മിണ്ടൂല. ജോർജുട്ടിൻ ജോസുട്ടിൻ കുഞ്ഞുനാളെ തൊട്ട് മുടിഞ്ഞ ഇഷ്ടത്തില ഇപ്പൊ രണ്ടാടും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. പ്രതിഭേട്ട, ഈ പാട്ട് എഴുതുമ്പോൾ എല്ലാവരും നല്ല മെലഡി ആയിട്ടുള്ള പാട്ടുകൾ എടുത്ത് എഴുതാറുണ്ട്. നിങ്ങൾ ഇപ്പം ധൈര്യം ഉണ്ടെങ്കിൽ താരിത്തക്കിടി നക്കിളി നുക്കിളി കുട്ടി കളിക്കുന്ന കളി ആ സാധനത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വേണം കിട്ടാൻ. പ്രതിഭേ ആണോ? പ്രതിഭേ, നമ്മൾ രണ്ട് ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് ഇവര് തല്ലുപിടിപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട് ആദ്യം മുതലേ ഉണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്. പ്രദീപ് അതിന്റെ ഒറിജിനൽ പാടിക്കോ? അതിന്റെ പാരഡി ഞാൻ പാടാം. വാരിത്തക്കിളി മുക്കിളി നാക്കിളി കൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തു കണക്കൊരു കൊച്ചു കിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയച്ചെണ്ട കലലറി തരികിട മേളമടിച്ചു മുഴക്കുന്നേ സാഗരമെന്ന കണക്ക് മണപ്പുറമാകെ തരികിട വ്രതത്തെ ഓടിച്ചിട്ടിടി മുട്ടിന് മുകളിൽ കൂമ്പിനിടയ്ക്കൊരു തട്ട് കൊടുക്കണം. അങ്ങനെ വീഴണ നേരത്ത് അവനോട് തങ്കിടിക്കണം. മാഞ്ഞു കിടിച്ചു വളർന്നു കിടന്നിട്ടവനോട് നെഞ്ചിൽ മേളത്തോടിട് തുടരണ നേരം ഉടനെ തടിയൻ നളറും പലകുറിയാളെ വിരിച്ചു കരഞ്ഞിടുമ്പോൾ ചാകട എന്ന് പറഞ്ഞ് കണക്കിന് ആകെ ഇടിക്കണത് വ്രതത്തെ. ഞാനെന്തല്ല ഞാനും കൂടാം അവനെ ഇടിച്ചു വരത്തണ നേരത്ത് എന്റെ മനസ്സിൽ 40 ലക്ഷം കിട്ടണതൊക്കെയും ഓർമ്മ വരും. ഒരു മാരുതുവാനിൽ ചെത്തി നടക്കണം, വീട് പുതുക്കണം, പിന്നെ കെട്ടണം, പിന്നെ കിടക്കൊരു സ്മോളും അടിക്കണം. താളത്തരികിടത് വ്രതത്തെ. ചടപട ഇടികട നടുപുറത്തിടിയട കുടുംബക്ക് പിടിക്കട പെടലിക്കെട്ടടിക്കട കിടക്കട മുതുക്കന മറിച്ചിട്ട് ഉരുട്ടട പെടലിക്കെട്ടിടിച്ചിട്ട് കുടരടുമടിക്കട വീശ പിടിച്ച് വലിച്ച് പറിച്ച് കരഞ്ഞാൽ കരകട കരണത്തരടി. ചടപട ഇടികട നടുപുറത്തിടിയട കുടുംബക്ക് പിടിക്കട പെടലിക്കെട്ടടിക്കട കിടക്കട മുതുക്കന മറിച്ചിട്ട് ഉരുട്ടട പെടലിക്കെട്ടിടിച്ചിട്ട് കുടരടുമടി വീശ പിടിച്ച് വലിച്ച് പറിച്ച് കരഞ്ഞാൽ കരകട കരണത്തരടി. കമ്പട് വടികട വടപട ഉടനടി കുടുംബക്ക് പിടിച്ചിട്ട് പടപട ഇടയ്ക്ക്. കമ്പട് വടികട വടപട ഉടനടി കുടുംബക്ക് പിടിച്ചിട്ട് പടപട ഇടയ്ക്ക്. തരികിടത വ്രതത്തെ താകിടത വ്രതത്തെ തിരികിടത വ്രതത്തെ. നിറയെ തമാശകളും നിറയെ അനുഭവങ്ങളും നിറയെ ചിരിക്കാനുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണണം ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ.